എല്ലാ കാലത്തും ഇരുട്ടിന് പല രൂപങ്ങളുണ്ട്. ഭയം, ആകുല ചിന്തകൾ, ജീവിതഭാരങ്ങൾ, ഒറ്റപ്പെടൽ, അങ്ങനെ പലതും. ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ ഒരു സാധാരണ മനുഷ്യന്റെ മനസ്സ് ആളിപ്പടരുന്ന തീ പോലെയാണ്. നമുക്ക് ഇപ്പോൾ അന്നയുടെയും മൈക്കിളിന്റെയും ഒരു ദിവസത്തിലേക്ക് എത്തി നോക്കാം. അന്ന, എനിക്കിനി ഇതുപോലെ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ജോലി ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ സമാധാനമില്ല, മോളുടെ ഹെഡ് ടീച്ചർ വിളിച്ചോണ്ടി കംപ്ലൈന്റും ചെയ്തു. എല്ലാം കൂടി എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. പ്രത്യാശ കൈവിടാതെ ഇരിക്കും ഇച്ചായ. നമുക്കൊരു നല്ല ദിവസം ഉണ്ടാവും. ഇച്ചാൻ ഓർമ്മയുണ്ടോന്ന് അറിയില്ല, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതിൽ ഏറ്റവും പ്രധാനം ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരുമിച്ച് പള്ളിയിൽ പോകുന്നത്, അതെല്ലാം നമ്മൾ മറന്നുപോയി. ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങളുടെ ക്രിസ്മസ് ആയിരിക്കും, തീർച്ച. വളരെ നാളുകൾക്ക് ശേഷം ഇന്ന് നമുക്കൊന്നിച്ച് പ്രാർത്ഥിച്ചു കിടക്കാം. ആ രാത്രിയിൽ അവർ ആകുല ചിന്തകളിൽ മുഴുകി ഉറങ്ങുവാൻ കിടന്നു. ആ രാത്രിയിൽ ശാന്തിയും സമാധാനവും, അങ്ങനെ ഒരു പുതിയ പ്രതീക്ഷയും അവരെ തേടി വന്നു. ആരാണത്? നിങ്ങളെ പോലെ തന്നെ ആകുലതകളാൽ വിഷമിച്ചുകൊണ്ടിരുന്ന 2 വഴിയാത്രക്കാർ, മറിയമും ജോസഫും. തല ചായ്ക്കാൻ പോലും സ്ഥലം കിട്ടാതെ ക്ഷീണിച്ചും ഭയന്നും ആശങ്ക നിറഞ്ഞും ഞങ്ങൾ നടന്നിരുന്നു. എന്നിരുന്നാലും നമ്മുടെ ശൂന്യതയിലേക്ക് ദൈവം ഒരു ശിശുവിനെ, ഒരു വെളിച്ചത്തെ നമ്മൾ ഏൽപ്പിച്ചു. പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ നടക്കാൻ സഹായിച്ച വെളിച്ചമാണത്. പ്രതീക്ഷയുടെ വെളിച്ചം. അതെ, പങ്കുവച്ചാൽ വളരുന്ന വെളിച്ചം. ഈ വെളിച്ചം ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. അങ്ങനെ അന്നയും മൈക്കിളും പ്രകാശത്തോടൊപ്പം അവരുടെ ജീവിതം പുനരാരംഭിച്ചു. ലോകത്തിന്റെ ആ പ്രകാശം ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചിരിക്കുന്നു. ഈ രാത്രിയിൽ പ്രതീക്ഷ ഉദിച്ചു വരുന്നു, മനസ്സുകളിലും വീടുകളിലും. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.